ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ HSA മലയാളം നോട്ടിഫിക്കേഷൻ ഇങ്ങെത്തി അല്ലെ. ഡിഗ്രിയും PGയും BEഡും ഒക്കെ മലയാളത്തിൽ ചെയ്ത് കേട്ടറ്റും സെറ്റും നെറ്റും അങ്ങനെയുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടുള്ള ഓരോരുത്തരും കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു HSA മലയാളത്തിൻ്റെത്. ഈ കഴിഞ്ഞ വർഷം നമുക്ക് HSST പരീക്ഷയും അതുപോലെ തന്നെ പാർട്ട് ടൈം HSA മലയാളം പരീക്ഷയും ഒക്കെ നടന്നിരുന്നു. അതൊക്കെ എഴുതിയവരുണ്ടാകും. പാർട്ട് ടൈം HSAയുടെ ഇന്റർവ്യൂ ഡേറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. HSST മലയാളത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉൾപ്പെട്ടവരുണ്ടാകാം, ഉൾപ്പെടാത്തവരുണ്ടാകാം. തങ്ങൾക്ക് അവസരം അല്ലെ, ആ ഒരു അവസരം നമ്മൾക്ക് വേണ്ട വിധം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖമുള്ളവരുണ്ടാകാം. അപ്പൊ ഇവർക്കൊക്കെ ഉപകാരപ്രദമാണ് ഈ വന്ന HSA മലയാളത്തിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ PSC തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജനുവരി 29 വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഡേറ്റും നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സാം ഏതൊരു സമയത്ത് വരും എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലായിരിക്കും നമ്മുടെ എക്സാം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ചുരുക്കം ചില മാസങ്ങൾ അല്ലെ, 6-7 മാസത്തിന്റെ അപ്പുറമാണ് നമ്മുടെ പരീക്ഷ നിൽക്കുന്നത്. ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ പരീക്ഷ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓഗസ്റ്റ് എന്ന് കൂട്ടാം. ഓഗസ്റ്റിൽ നമുക്ക് പരീക്ഷ ഉണ്ടാകും. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഓഗസ്റ്റിന് ശേഷം എന്തായാലും പരീക്ഷയുണ്ട്. ഓഗസ്റ്റ് എന്നുള്ളൊരു സമയം നമുക്ക് കണക്ക് കൂട്ടി വെക്കാം. അതിനനുസരിച്ച് നമ്മുടെ പഠനം കുറെ കൂടി മികവുറ്റ രീതിയിലാക്കി കുറച്ചുകൂടി ക്രമീകൃതമാക്കി മാറ്റാനും നമുക്ക് പറ്റും. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് ചെയ്ത വീഡിയോകളുടെ ഒക്കെ കമന്റ് സെക്ഷൻ പരിശോധിച്ചപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും സംശയമുള്ള ഒരു കാര്യം, ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം. നമുക്കറിയാലോ ജനുവരി 29 അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പൊ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ നിയമന നില എങ്ങനെയാണ്, ഈ 14 ജില്ലകളിലുമായിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് HSA എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജില്ലകളിലെയും നിയമന നില എങ്ങനെയാണ്, എത്രത്തോളം അഡ്വൈസുകൾ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 2021 ഇതിനു മുൻപ് HSA മലയാളത്തിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതനുസരിച്ചുള്ള പരീക്ഷ, ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള എന്താ പറയുക ഘട്ടങ്ങളൊക്കെ തന്നെയും 2022 കഴിഞ്ഞിട്ടുണ്ടായി. 2023 വ്യത്യസ്ത മാസങ്ങളിലായിട്ട് ഓരോ ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി. അപ്പൊ 2023 റാങ്ക് ലിസ്റ്റ് വന്ന സ്ഥിതിക്ക് നമുക്കറിയാം 3 വർഷം അല്ലെ, അതായത് 2026 വരെ ആയിരിക്കും കഴിഞ്ഞ HSA മലയാളത്തിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഇപ്പൊ നമ്മൾ 25 എത്തി നിൽക്കുന്നു. 25 അടുത്ത നോട്ടിഫിക്കേഷൻ, അടുത്ത പരീക്ഷ നടക്കുന്നു. 26 ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ തന്നെ, അത് വാലിഡിറ്റി കഴിയുമ്പോൾ തന്നെ പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിന്റെ നില എന്ന് പറയുന്നത്. അപ്പൊ 2023 വന്ന ആ ലിസ്റ്റ് പ്രകാരം 14 ജില്ലയിലും എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്നുള്ള കാര്യത്തെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ധാരണ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്ന് ആലോചിച്ച് ഒരു ഐഡിയ കിട്ടാണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ നമുക്ക് നോക്കി തുടങ്ങാം ഏതൊക്കെ ജില്ലയിൽ എങ്ങനെയൊക്കെയാണ് നിയമന നില എന്ന്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെയും എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം, അതേപോലെ തന്നെ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്ന ദിവസം, എത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പൊ നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ 14 ജില്ലകളിലുമായിട്ട് എത്തരത്തിലാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ദിവസം എന്ന് പറയുന്നത് 11/9/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് നമ്മൾ PSCയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ്, ഏറ്റവും അവസാനം അഡ്വൈസ് പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് 24/6/2024 മുഴുവൻ 87 അഡ്വൈസുകൾ എവിടെ പോയിട്ടുണ്ട്? തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുണ്ട്. റെക്കോർഡ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 87 അഡ്വൈസുകളാണ് കഴിഞ്ഞ HSA മലയാളം റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജൂലൈ 6-ാം തീയതിയാണ്. 2023 ജൂലൈ 6-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. 6/7/2023 അതനുസരിച്ച് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 12/11/2024 നവംബർ 12-ാം തീയതി. 2024 കഴിഞ്ഞ വർഷം നവംബർ 12-നാണ് ലാസ്റ്റ് അഡ്വൈസ് കൊല്ലം ജില്ലയിൽ പോയിരിക്കുന്നത്. 29 നിയമനങ്ങൾ മാത്രമേ അല്ലെങ്കിൽ അഡ്വൈസ്
അഡ്വൈസുകൾ മാത്രമേ എവിടെ പോയിട്ടുള്ളൂ, കൊല്ലം ജില്ലയിൽ പോയിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 10/10/2023 ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് 2024 നമ്മുടെ നവംബർ 14 വരെ 2024 നവംബർ 14 വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. മുഴുവൻ 27 അഡ്വൈസുകളാണ് ആലപ്പുഴ ജില്ലയിൽ പോയിട്ടുള്ളത്. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല 4ാമത്തെ ജില്ല. പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ 25/7/2023 പത്തനംതിട്ട ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് 22/10/2024 അവസാനത്തെ അഡ്വൈസ് പോകുന്നത്. 10 നിയമനങ്ങൾ, അതായത് 10 അഡ്വൈസ് മാത്രമേ പത്തനംതിട്ട ജില്ലയിൽ പോയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചധികം പേർക്ക് നെഗറ്റീവായിട്ട് തോന്നാം, ചിലർക്ക് പോസിറ്റീവായിട്ടും തോന്നാം. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഈ ജില്ലകളിലൊക്കെ തന്നെ സ്കൂളുകളുടെ എണ്ണത്തിലുള്ള കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതി ദുരന്തം. ഇപ്പം നമുക്കിനി പറയാനുണ്ട്, വയനാടൊക്കെ എന്ന് പറയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അതിജീവിച്ച ഒരു കാലഘട്ടമാണ് 2024 പോയത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാമൂഹിക സാംസ്കാരികമായിട്ട് വന്ന വ്യതിയാനങ്ങളൊക്കെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിനെയും അതിൽ നിന്ന് പോകേണ്ട നിയമനങ്ങളെ, ഈ റാങ്ക് ലിസ്റ്റ് എന്ന് മാത്രമല്ല വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കമ്മിങ് ബാക്ക്, നമ്മൾ കോട്ടയം ജില്ലയാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. കോട്ടയം ജില്ലയിൽ എന്ന് പറയുമ്പോൾ 6/7/2023 നമ്മുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ചിട്ട് 13/11/2024 നവംബർ അല്ലെ, ഒരു മാസം മുൻപ് നവംബർ വരെയാണ് നവംബറിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. മുഴുവൻ 18 അഡ്വൈസുകളാണ് കോട്ടയം ജില്ലയിൽ നിന്ന് പോയിട്ടുള്ളത്. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് മുഴുവൻ 28 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 6/7/2023 തന്നെ ആയിരുന്നു. 23/10/2024 ലാസ്റ്റ് അഡ്വൈസ് എറണാകുളം ജില്ലയിൽ പോകുന്നത്. മുഴുവൻ എത്രയായിരുന്നു? 28 അഡ്വൈസുകളാണ് എറണാകുളത്ത് പോയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ മുഴുവൻ 19 അഡ്വൈസുകളാണ് നിലവിലെ HSA മലയാളത്തിന് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 23/6/2023 12/12/2024 വരെ, അതായത് കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി, കഴിഞ്ഞ മാസം അല്ലെ, ഡിസംബർ 12-ാം തീയതി വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. 19 അഡ്വൈസുകൾ മുഴുവൻ പോയിട്ടുണ്ട് എന്ന് കാണാം. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെയും 23/6/2023 തന്നെയാണ് തൃശ്ശൂരിലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 10/12/2024 ഡിസംബർ 10-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോകുന്നത്. മൊത്തം 21 അഡ്വൈസുകൾ മൊത്തത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ നല്ല രീതിയിൽ HSA മലയാളത്തിന് പ്രത്യേകിച്ചും നല്ല രീതിയിൽ അഡ്വൈസുകൾ പോകുമെന്ന് നമുക്ക് പൊതുവിൽ ഒരു സംസാരമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാടത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 11/9/2023 അതനുസരിച്ച് നവംബർ 8 വരെ 2024 നവംബർ 8 വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 8/11/2024 വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. മുഴുവൻ 44 അഡ്വൈസുകളാണ് പാലക്കാട് ജില്ലയിൽ പോയിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം അല്ലെ, സ്കൂളുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിജ്ഞാപനം വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപക പരീക്ഷകൾക്ക് ഒരു വിജ്ഞാപനം വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്ത ആദ്യം പോകുന്നത് വടക്കൻ ജില്ലകളിലേക്ക് അല്ലെ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളായിരിക്കും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ LP UP പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. ഉദ്യോഗാർത്ഥികളുടെ ആദ്യത്തെ സംശയം, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മിസ്സേ ഞങ്ങൾ മലപ്പുറത്ത് അപ്ലൈ ചെയ്യട്ടെ, ഞങ്ങൾ കോഴിക്കോട് അപ്ലൈ ചെയ്യട്ടെ, ഞങ്ങൾ കണ്ണൂരോ കാസർഗോഡോ അപ്ലൈ ചെയ്യട്ടെ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്കൂളുകളുടെ എണ്ണം തന്നെ ആയിരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 15/11/2023 കേട്ടോ. നവംബർ 15-നാണ് 2023 നവംബർ 15-നാണ് മലപ്പുറത്തെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് 3/12/2024 വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 3/12/2024 വരെ, അതായത് 2024 കഴിഞ്ഞ മാസം 3-ാം തീയതി വരെ പോയിട്ടുണ്ട്, അഡ്വൈസുകൾ പോയിട്ടുണ്ട്. എത്ര അഡ്വൈസ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ തോട്ട് പ്രോസസ്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. 60 അഡ്വൈസുകൾ ഇതുവരെ നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷത്തിനിപ്പുറം നിൽക്കുമ്പോഴേക്കും മുഴുവൻ 60 അഡ്വൈസുകളാണ് മലപ്പുറം ജില്ലയിൽ പോയിട്ടുള്ളത്. പിന്നീട് നമ്മൾ കോഴിക്കോടേക്ക് വരുമ്പോഴേക്കും കോഴിക്കോട് മുഴുവൻ 40 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ആ 40-ൽ 37 അഡ്വൈസുകൾ സ്വീകരിക്കപ്പെടുകയും 3 എണ്ണം ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് അൺഫിൽഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ 40 അഡ്വൈസ് എന്നാണ് നമ്മൾ മുഴുവൻ PSC വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5/9/2023 കോഴിക്കോട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ്, HSA മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് ഇക്കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി വരെ, കഴിഞ്ഞ മാസം 11-ാം തീയതി വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. മുഴുവൻ 40 അഡ്വൈസുകളാണ് കോഴിക്കോട് ജില്ലയിൽ
ജില്ലയിൽ പോയിട്ടുള്ളത്. ഇനി നമുക്കുള്ളത് വയനാടും കണ്ണൂരും കാസർഗോഡും മാത്രമാണ്. അതുകൂടി പെട്ടെന്ന് നോക്കാം. വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2024 ചൂരൽമലയിലെ ദുരന്തം എന്ന് പറയുന്നത് അല്ലെ കേരളത്തെ മൊത്തം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുകയാണ്. റെക്കഗ്നൈസ് ചെയ്ത നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത ഒരു ദുരന്തമാണ് വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ലിസ്റ്റുകളെയും ഒക്കെ അത് എന്താ പറയുക എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. വയനാട് ജില്ലയിൽ ഇതുവരെ 8 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. 9/8/2023 അവിടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് നവംബർ 15 വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 8 അഡ്വൈസുകൾ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനിയും 2 വർഷം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് നിയമനങ്ങൾ നടക്കും എന്നുള്ള കാര്യം ഷുവർ ആണ്. ഇനി നോക്കാം കണ്ണൂർ എന്ന് പറയുമ്പോൾ 42 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 4/10/2023 അവിടുത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ചിട്ട് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 23/11/2024 മുഴുവൻ 42 അഡ്വൈസുകൾ കണ്ണൂർ ജില്ലയിൽ പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തിന് ശേഷം തിരുവനന്തപുരവും മലപ്പുറവും കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ HSA മലയാള റാങ്ക് ലിസ്റ്റിന്റെ കേസിൽ അഡ്വൈസിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയാണ്. മുഴുവൻ 54 അഡ്വൈസുകളാണ് അവിടെ പോയിട്ടുള്ളത്. 28/10/2023 കാസർഗോഡ് ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് 22/11/2024 വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. മുഴുവൻ 54 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിരിക്കുന്നത് നിയമന സാധ്യത പോയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയും, 2-ാം സ്ഥാനം മലപ്പുറത്ത് 60 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇന്ന് ഇതുവരെയുള്ള കണക്കുകളാണ് നമ്മൾ നോക്കിയിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ 54 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പാലക്കാട് 44, കണ്ണൂര് 42, കോഴിക്കോട് നമ്മൾ നോക്കുകയാണെങ്കിൽ 40, കൊല്ലത്ത് 29, എറണാകുളത്ത് 28, പിന്നീട് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 27, തൃശ്ശൂർ 21, ഇടുക്കി 19, കോട്ടയം 18, പത്തനംതിട്ട 10, ഏറ്റവും ഒടുവിൽ വയനാട് 8. ഇങ്ങനെയാണ് ഒരു അഡ്വൈസിന്റെ ആ ഒരു നില പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ 14 ജില്ലകളിൽ എവിടെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു ഡേറ്റാസ് ഒക്കെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ നിയമനങ്ങൾ പോയിട്ടുണ്ട്, അപ്പൊ അവിടെ വേക്കൻസീസ് കൂടുതലായിരിക്കും, അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്യാം. കുറച്ചധികം പേര് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും മറ്റു ചിലർ ചിന്തിക്കും തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോകും, അവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആകും, അല്ലെങ്കിൽ തൊട്ട് താഴെ ഉള്ളത് മലപ്പുറവും കാസർഗോഡും ഒക്കെയാണ്, ഞാൻ അവിടേക്ക് പോകാം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് പോകും. മറ്റു ചിലരാണെങ്കിൽ എന്ത് ചിന്തിക്കും? എനിക്കിനി ദൂരെയൊന്നും പോകാൻ വയ്യ, എന്റെ ജില്ല തന്നെ മതി, എനിക്ക് അവിടെ നിയമനം കൂടിയാലും കുറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ നിയമന നില നിങ്ങളോട് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനാലിസിസ് ആണ്. ഇതിനെ പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക്, ഇപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റിന് അതിന്റെ നിയമന സാധ്യതകൾ ഇതിനോട് അനുബന്ധിച്ചായിരിക്കും അല്ലെങ്കിൽ ഇതിന് സമമായിട്ടുള്ള രീതിയിലായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നിശ്ചയിച്ച് പറയാൻ പറ്റില്ല. കാര്യം മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം LP UP സ്കൂളുകൾ ധാരാളമുള്ള ജില്ലയാണ് മലപ്പുറം, കോഴിക്കോട് പോലുള്ള വടക്കൻ ജില്ലകൾ എന്ന് പറയുമ്പോൾ. അവിടൊക്കെ UP സ്കൂളുകളായിട്ട് മാത്രം നിൽക്കുന്നവയൊക്കെ ഹൈസ്കൂളുകളായിട്ട് ഉയർത്താനുള്ള പദ്ധതികളൊക്കെ നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അപ്ഗ്രഡേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടൊക്കെ നിയമന സാധ്യത ഏറുമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെ ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലും നമ്മൾ പഠിക്കേണ്ടി വരും അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലും നമ്മൾ നന്നായിട്ട് പഠിക്കണം, ഉയർന്ന റാങ്കിൽ എത്തുക. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു HSA പോലുള്ള അധ്യാപക പരീക്ഷകൾക്കൊക്കെ തന്നെ HSA ആയിക്കോട്ടെ HSST ആയിക്കോട്ടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു കോണിലോ അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരറ്റത്തോ എത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് ആദ്യത്തെ റാങ്കുകൾ, സുരക്ഷിതമായ റാങ്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 10ഓ 15ഓ റാങ്കിനുള്ളിലാണ് അല്ലെ. ഓപ്പൺ കോട്ടയിൽ തന്നെ ഒരു ആദ്യത്തെ 10ഓ 15ഓ റാങ്കിനുള്ളിൽ എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, നമ്മുടെ ഭാവി സുരക്ഷിതമാകുന്നത് അവിടെയാണ്. എന്തുകൊണ്ട് നമുക്ക് ആ ഒരു റാങ്കിന് വേണ്ടിയിട്ട് എയിം ചെയ്തുകൂടാ? നമുക്ക് ബുദ്ധിയുണ്ട്, നമ്മൾ ഡിഗ്രി കഴിഞ്ഞവരാണ്, PG കഴിഞ്ഞവരാണ്, B.Ed കഴിഞ്ഞവരാണ്, സെറ്റും നെറ്റും കേട്ടറ്റും ഒക്കെ ക്ലിയർ ചെയ്തവരാണ്, നമ്മൾ എത്ര വർഷം പഠിച്ചു അല്ലേ?
5ഉം 6ഉം 7ഉം വർഷം നമ്മൾ പഠിച്ചു, മലയാള സാഹിത്യം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചു, ബി.എഡിന് സൈക്കോളജിയും പെഡഗോജിയും മെത്തഡോളജിയും ഒക്കെ നമ്മൾ പഠിച്ചു. ഈ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സാവുക എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതൊക്കെ പാസ്സായി. ഇനി എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ഒരു HSA പരീക്ഷ എഴുതി നമുക്ക് ആദ്യത്തെ ഒരു 10ഓ 15ഓ റാങ്കിനുള്ളിൽ എത്താൻ നമുക്ക് പറ്റില്ലേ? തീർച്ചയായിട്ടും നമുക്ക് പറ്റും. നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി, ദൈവം സഹായിച്ചു, നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് പഠിക്കാനുള്ള ആർജവമുണ്ട്, പഠിച്ച് എവിടെയെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹം അല്ലെ, ആ ഒരു കറേജ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കൺവീനിയന്റ് എന്ന് തോന്നുന്നു. ഇപ്പം ഓരോരുത്തരുടെയും സ്ഥിതികൾ, ഇപ്പൊ കുടുംബസ്ഥിതി ആയിക്കോട്ടെ, നിങ്ങളിൽ പലരും വിവാഹം കഴിഞ്ഞവരുണ്ടാകും, കുടുംബമായിട്ട് കഴിയുന്നവരുണ്ടാകും, പേരൻസിനെ നോക്കേണ്ടവരുണ്ടാകും, മറ്റ് പല സാഹചര്യങ്ങൾ അല്ലെ, നമ്മുടെയൊക്കെ ഫിസിക്കൽ സാഹചര്യങ്ങൾ പലതായിരിക്കും, ആരോഗ്യസ്ഥിതി മോശമായവരുണ്ടാകും. പക്ഷെ എന്നാലും നമുക്കൊരു ജോലി, ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിലുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 14 ജില്ലകളിൽ ഒന്നിലും നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം? നമുക്ക് ഉയർന്ന റാങ്ക്, ആദ്യത്തെ റാങ്കുകൾ അത് എനിക്കുള്ളതാണ് എന്ന് സ്വന്തം മനസ്സിനെ, സ്വന്തം ബുദ്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വെറുതെ എന്നും പറയുക, എന്നും എഴുതി വെക്കുക, എന്നും വിഷ്വലൈസ് ചെയ്യുക. ആദ്യത്തെ റാങ്ക് അല്ലെ, അടുത്ത HSA മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റ് 2026 ഇതാ റാങ്ക് ലിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എനിക്ക് ആദ്യത്തെ റാങ്കുകളിൽ ഒന്നുണ്ടാകും. ആദ്യത്തെ ആ ഒരു ലിസ്റ്റിൽ തന്നെ അഡ്വൈസ് കിട്ടി, ആദ്യത്തെ ആ ഒരു ക്ലസ്റ്ററിൽ തന്നെ അഡ്വൈസ് കിട്ടി, ഞാൻ നിയമനം നേടി പോകും എന്നുള്ള ഒരു കറേജ്, ആ ഒരു ഉറച്ച, ആ ഒരു നിശ്ചയദാർഢ്യം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നും അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക, അതിനെക്കുറിച്ച് മാത്രം പറയുക, അതിനുവേണ്ടി മാത്രം പഠിക്കുക, പരിശ്രമിക്കുക. നമ്മുടെ മുമ്പിൽ ഇനി 7 മാസങ്ങളുണ്ട്. ഈ 7 മാസത്തിൽ 5ഓ 6ഓ മാസം കൊണ്ട് സിലബസ് കവർ ചെയ്ത് അവസാനത്തെ 1 മാസം കൊണ്ട് റിവിഷൻ നടത്തി സുഖമായിട്ട് നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. നിങ്ങളിൽ പലരും ഇപ്പോ ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവര്, പ്രത്യേകിച്ചും CBSE സ്കൂൾ അല്ലെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേര് കാണും. നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വെക്കേഷൻ വരാൻ പോവാണ് അല്ലെ. ഇപ്പൊ ജനുവരി ആയി, ഫെബ്രുവരി മാർച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ 2 മാസത്തെ വെക്കേഷൻ നമുക്ക് കിട്ടും. ഈ വെക്കേഷൻ സമയങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, എത്തരത്തിൽ നമ്മൾ ഈ പരീക്ഷയെ എത്രത്തോളം ഈ പറയുന്ന ഗൗരവപൂർവ്വം നമ്മൾ അതിനെ സമീപിക്കുന്നു, നമ്മുടെ സമീപന രീതിയിലാണ് വ്യത്യസ്തതകൾ കൊണ്ടുവരേണ്ടത്, അടുക്കും ചിട്ടയും കൊണ്ടുവരേണ്ടത് നമ്മുടെ പഠന രീതിയിലാണ്, ക്രമീകൃതമാക്കേണ്ടത് നമ്മുടെ ചിട്ടകളെയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു കറേജും ആ ഒരു കൺസിസ്റ്റൻസി അല്ലെ, കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാ പറയുന്നത്. ആ ഒരു തുടർച്ച, ആ ഒരു നമ്മളൊരു പരുവപ്പെടൽ, ഞാൻ ഭാവിയിൽ അല്ലെങ്കിൽ ഞാൻ 2026 ലിസ്റ്റ് വരുമ്പോൾ അതിലുണ്ടാകും, അടുത്ത വർഷങ്ങളിൽ തന്നെ ഞാൻ ഒരു സർക്കാർ സ്കൂളിൽ HSA ആയിട്ട്, ഹൈസ്കൂൾ അധ്യാപകനോ അധ്യാപികയായിട്ട് ഞാൻ പ്രവേശിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് മനസ്സിൽ, സ്വന്തം മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പൊ 29-ാം തീയതി, ജനുവരി 29 വരെ, ലാസ്റ്റ് ദിവസം വരെ നോക്കിയിരിക്കാതെ അവനവന്റെ അല്ലെ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ജില്ല തിരഞ്ഞെടുക്കുക. അതിന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ ഒക്കെ നിങ്ങൾക്ക് സഹായകമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ചിലര് അഡ്വൈസ് നില കൂടിയ ജില്ലകൾ എടുക്കാം, ചിലർ അവനവന്റെ ജില്ല എടുക്കാം. പക്ഷെ പേഴ്സണലി ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും അഭിമാനമുള്ള കാര്യം സ്വന്തം ജില്ലയിലെ, സ്വന്തം വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ ജോലിക്ക് പോകുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നം, ഏതൊരു മലയാളിയുടെയും സ്വപ്നമായിരിക്കും അല്ലെ. അപ്പൊ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് അവിടെ എത്ര അഡ്വൈസ് ആയിക്കോട്ടെ, 8ഓ 10ഓ അഡ്വൈസ് പോയതായിക്കോട്ടെ, അതിൽ ആദ്യത്തെ റാങ്ക് നമുക്കാണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? ഇനി 10 ഒഴിവുണ്ടെങ്കിലും 15 ഒഴിവുണ്ടെങ്കിലും 1000 ഒഴിവുണ്ടെങ്കിലും ഇനി ഒരു ഒഴിവാണുള്ളതെങ്കിലും അത് നമുക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യാത്തതിന്റെ ടെൻഷനിൽ ഇരുന്നിട്ട് ആരും ദിവസങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. ഇപ്പോൾ പാർട്ട് ടൈം HSA മലയാളം അല്ലെ, കഴിഞ്ഞ വർഷം നടന്ന പാർട്ട് ടൈം HSA മലയാളത്തിനൊക്കെ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടാകും. അവർക്കുള്ള ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വരും ദിവസങ്ങളിലൊക്കെ തന്നെയും അതിനുവേണ്ട ഗൈഡൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ, സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ സെഷൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ HSA മലയാളത്തിന് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. സൂപ്പർ നോട്ട്സിലെ ഗുരു ബാച്ച്, HSA മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഗുരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഈ പറയുന്ന കൺസിസ്റ്റൻസിയോടുകൂടി, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻ പാറ്റേണുകളോട് കൂടി നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനും, ആദ്യത്തെ റാങ്കുകൾ അല്ലെ, ആദ്യത്തെ 10ഓ 15ഓ റാങ്കുകൾക്കുള്ളിൽ നമ്മൾ എയിം ചെയ്ത് അതിലേക്ക് എത്തപ്പെടാനും ഒക്കെ സൂപ്പർ നോട്ട്സിന്റെ ആ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ നിങ്ങളെ സഹായിക്കും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്.
ആ ഒരു രീതിയിൽ തന്നെയാണ്. കരുതൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കരുതലായിരിക്കും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അപ്പോൾ HSA മലയാളവുമായിട്ട് ബന്ധപ്പെട്ട തുടർന്നുള്ള അപ്ഡേഷൻസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോസ് ഒക്കെ പിന്നാലെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു സെഷനിൽ HSA മലയാളവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിട്ടും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.